ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി നമുക്ക് വേഗം നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ബട്ട് നിഫ്റ്റി അനാലിസിസ് എടുക്കാൻ മുന്നേ ഐ തിങ്ക് ഇതൊരു ലേണിംഗ് വീഡിയോ ആക്കാനുള്ളത് എനിക്കൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഒത്തിരി പേർ ഒരു ഡൗട്ടിലാണ്. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു കുറച്ച് പേര്. സോ അവർക്കൊരു കൺഫ്യൂഷനാണ് എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ. കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും കൂടി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് പ്രോപ്പറായിട്ട് പറയാം, ഒരു കുഴപ്പമൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ്, അത് ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു ഉത്തരം ഞാൻ തരാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ ഐ തിങ്ക് മുറാഫ് ആൻഡ് അജീഷ് ആൻഡ് തോമസ്, ഇങ്ങനെ 3-4 പേര് ഇവർ കമൻറ്റ് ചെയ്തായിരുന്നു ഇന്നത്തെ. ദാറ്റ് മീൻസ് അവർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. മുൻപ് ഡിഫറെൻറ്റ് കൺഫ്യൂഷനാണ്. ബട്ട് യെസ്, മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. മോസ്റ്റ്ലി അജീഷാണ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നമ്മുടെ എങ്ങനെയാണ് ഇനി മോർണിംഗിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. പിന്നെ സന്ദീപ് ഐ തിങ്ക് ചോദിച്ചായിരുന്നു. ഓക്കെ, സോ ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഫസ്റ്റ് നമുക്ക് ഡെയിലി മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുവാണെങ്കിൽ ഫ്രഷായിട്ട് നമ്മൾ ചാർട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഫ്രഷായിട്ട് ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം 15 മിനിറ്റ്സിൽ നിങ്ങൾ ട്രേഡ് പ്രൊഫഷണലാണല്ലോ നമ്മൾ ട്രേഡ് എടുക്കാറുള്ളൂ. സോ ഈ വീഡിയോ ഈ ഫ്രഷേഴ്സ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ, ന്യൂ 3 പേരുണ്ട്, അവർക്കും ഒരു നല്ലൊരു ഗുണം ഉണ്ടാവുമെന്ന് ഐ തിങ്ക് സോ. എല്ലാവരും കൂടി അവർക്ക് നിങ്ങൾ കസിൻസ്, കലീഗ്സ് ഒത്തിരി ഉണ്ടാകും, ഫ്രണ്ട്സ് ഉണ്ടാകും, അവർക്ക് വീഡിയോ ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ ഈ വീഡിയോ ഞാൻ ലേണിംഗ് പർപ്പസ് വീഡിയോസാണ് ഉണ്ടാക്കുന്നത്. യെസ്, വിത്ത് അനലൈസിസ് ആണ്. ബട്ട് വീഡിയോ ലോങ് ആയിരിക്കും ചിലപ്പോൾ, ബട്ട് പറയാൻ പറ്റില്ല. യെസ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ. സോ ഇൻ മോർണിംഗ് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ഓവറോൾ നമ്മൾ സ്ട്രക്ചർ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, കുറേ ദിവസമായിട്ട് ഇത് സപ്പോർട്ട് സോണാണ് മാർക്കറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ്. സോ പ്രൈസ് ഫസ്റ്റ് ഇവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ ഇവിടെ ഇത് 1, നമ്മളിങ്ങനെയല്ലേ കൗണ്ട് ചെയ്യുന്നത്. 1, 2 and 3 ഓൺ ഗോയിങ് ആണ്. 3യിലാണ് ഇത് ഫുള്ള് ഇപ്പോൾ സ്ട്രക്ചർ. ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ 3യിലാണ് സ്ട്രക്ചർ, ഓൺ ഗോയിങ് ആണ്. 3 എപ്പോഴും 3 മാത്രം, തേർഡ് വേവ് മാത്രം അല്ലെങ്കിൽ സി മാത്രം എക്സ്റ്റെൻഡിലേക്ക് പോവുകയുള്ളൂ. യൂഷ്വലി തേർഡ് വേവാണ് എക്സ്റ്റെൻഡിലേക്ക് പോകാറുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് കൗണ്ട് ചെയ്യുന്നത് 1, 2, 3 എങ്ങനെയാണ് നമ്മൾ ഇമ്പൾസ് വേവ് എടുക്കാം. ഫ്രം ഹിയർ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും കൂടി ശ്രദ്ധിച്ച് കേട്ടാലേ അത് പ്രോപ്പർലി അത് മനസ്സിലാവുള്ളൂ. സോ 1, 2, 3 ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്ട്രക്ചർ ഉള്ളൂ. 4 and 5 എപ്പോഴും വരെയും നമുക്കതൊന്നും പറയാനില്ല. ബട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്ട്രക്ചർ ഉള്ളൂ. ഓക്കെ, സോ ഈ 1 നമുക്ക് കിട്ടി. 1 ഇപ്പോൾ ഈ 1 ഫസ്റ്റ് വേവ് 1 എന്നല്ലേ. അപ്പോൾ 1 വേവിടെ അകത്ത് എത്ര മൂവ്സ് ഉണ്ടാവണം? ലേണിംഗ് വീഡിയോസ് നിങ്ങൾ പ്രോപ്പർലി എൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1 വേവിൻ്റെ അകത്ത് 5 മൂവ്സ് ഉണ്ടാകാറുള്ളൂ. ഓക്കെ, വേവ് 1ൻ്റെ അകത്ത് 5 മൂവ്സ് ഉണ്ടാകും. വേവ് 2 കറക്ഷനാണ്, അതിൽ ABC ആയിട്ട് ഫോൾ വരുള്ളൂ. A, B and C അത്രേ ഉള്ളൂ, അതിനപ്പുറം ഫോൾ വരികയില്ല. റെയറാണ് 5 മൂവ്സ് സെക്കൻഡ് വേവിൽ ഉണ്ടാവുകയാണ്. ഓക്കെ, അത് റെയറാണ്, അത് വേറൊരു ഫോമിൽ വരുള്ളൂ. അതിലേക്ക് നമ്മളിപ്പോൾ വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നോർമൽ കേസാണ് ഇപ്പം. ഓക്കെ, സോ വേവ് 1 ഇതാണ് വേവ് 1. ഓക്കെ, വേവ് 1 നമുക്ക് വേഗം എന്ത് ചെയ്യുക, വേവ് 1 റെഡി ആവുന്നത് 5 മൂവ്സിലാണ്. സോ വേഗം എന്ത് ചെയ്യുക, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വരിക. ഇതുപോലെ തന്നെ ഡെയിലി നമ്മൾ മോർണിംഗിൽ എഴുന്നേൽക്കുക, അങ്ങനെ ചെയ്യേണ്ടതാണ്. വേവ് 1 നോക്കിക്കുക. വേവ് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 1, 2, 3, 4 and 5 ആയിട്ടുണ്ട് ഐ തിങ്ക് സോ. ഇത് ഇങ്ങനെയാണ് വേവ് 1. ഓക്കെ, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് ഇത് 5 ഇവിടെ കംപ്ലീറ്റായി. 5 എങ്ങനെ കംപ്ലീറ്റായി? 5 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൈൻ നമുക്ക് തരും. 5 മൂവ് ആകുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ND നൽ പാറ്റേൺ ഫോം ചെയ്യും. റൈറ്റ്, 5 മൂവ്സ് ഇവിടെ കംപ്ലീറ്റ് ആയല്ലോ. ഇത് കണ്ടോ, 1, 2, 3, 4 and 5. 5 മൂവ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ND നൽ പാറ്റേൺ ഫോം ചെയ്യും. ഇവിടെ മുകളിൽ ND നൽ പാറ്റേൺ
ഫോം ചെയ്യുന്നുണ്ട്, അവർ ചെയ്യും. അത് സൈനാണ്, അത് അവരുടെ ഒരു സൈനാണ്, ഒരു റൂളിലേക്കാണ് അത് വരുള്ളൂ. അത് ദാറ്റ് മീൻസ് അത് ചെയ്യണം, നിങ്ങളത് ബിലീവ് ചെയ്യണം. ഒത്തിരി പേര് ചിലപ്പോൾ ബിലീവ് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ അത് നമ്മൾ ബിലീവ് ചെയ്യണം. അത് വരും, അത് ചെയ്യും അവർ. അത് ND ടനൽ പാറ്റേൺ അത് ഫോം ചെയ്യും അവർ. നമ്മൾ നോക്കാനിരുന്നാൽ ശരിക്കും നമുക്കത് എക്സാക്ട്ലി പ്രോപ്പർലി നമുക്ക് കാണാൻ കിട്ടും അത്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു വേവ് 1 കംപ്ലീറ്റ് ആയത്. 5 മൂവ്സ്, ഇൻറ്റേർണൽ 5 മൂവ്സ്. ഓക്കെ, എന്നിട്ട് അത് 5 മൂവ്സ് ആയി കഴിഞ്ഞാൽ 15 മിനിറ്റ്സ്, ദാറ്റ് മീൻസ് അതിൻ്റെ നേരെ ബിഗർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വേവ് 1 കംപ്ലീറ്റ് ആയി. ഇതാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഐ തിങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചാലേ അത് പ്രോപ്പർലി അത് വർക്കാവുള്ളൂ. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ വേവ് 2 ആണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ വേവ് 2 ആണ് ഇത്. ഓക്കെ, വേവ് 2ൽ എ ബി സിയിലാണ് ഈ ഫോൾ വരുള്ളൂ. ABC എവിടെ സ്ട്രക്ചർ നമ്മൾ ഇത് ഇതാണ്, കറക്ഷനാണ്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ വേവിൻ്റെ ഇത് വേവ് 1 ആണ്, അതിൻ്റെ കറക്ഷനാണ് അത്. ഓക്കെ, സോ അത് വരുന്നത് A, ഇത് B, ഇത് ബൗൺസാണ്, ഇത് ഫുൾ C ആണ്. ഇത് ഞാൻ അത്ര ഈസിലി റീഡ് ചെയ്യുന്നുണ്ട്, അത് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഈസിലി. ബട്ട് നിങ്ങളത് മനസ്സിലാക്കണം പ്രോപ്പർലി. ഏതിൽ എത്ര മൂവ്സ് ഉണ്ടാവും. വേവ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസിൽ 5 വേവ് ഉണ്ടാവും, 5 വേവ്സ് ഉണ്ടാവും. മൂവ് 1 2 3 4 5. ഓക്കെ, എയിൽ 3 മൂവ്സ് ഉണ്ടാവുള്ളൂ. എ ഇത് കണ്ടോ, ഇത് കറക്ഷനാണ്. എ 15 മിനിറ്റ്സ് ടൈം ഫ്രീയിൽ ഇത് A ആയി. ഓക്കെ, B ബൗൺസ് ആൻഡ് C. സോ ഇൻറ്റർണൽ മൂവ്സ് എയുടെ അകത്ത് എത്ര മൂവ്സ് ആണ്, ഇത് കംപ്ലീറ്റ് ആക്കാനാണെങ്കിൽ അവർക്ക് ഇത്ര 3 മൂവ്സ് തരണം. 1 2 and 3. അതാണ് ഇത്. ഐ തിങ്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്രോപ്പർലി എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യണം എല്ലാവരും കൂടി, അപ്പോഴേ എനിക്കത് പിടി കിട്ടത്തുള്ളൂ. യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. B എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? 1 2 3 B ബൗൺസ് വരും. B ബൗൺസ് വരുമ്പോഴത്തേക്ക് ഈ ലെഗിൻ്റെ 81.02% ബൗൺസ് വരുള്ളൂ. അതാണ് പ്രോപ്പർ ലോജിക്. ഓക്കെ, അത് ഞാനിപ്പോൾ വെച്ച് കാണിച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഞാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഫ്രം ഹിയർ ടു ഇവിടെ വരെ 81.20%. നോക്കിക്കോ അല്ലേ. ഇത് വേവ്സ് നിങ്ങൾ പഠിച്ചാലുണ്ടല്ലോ, വേവ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇൻറ്റേർണൽ സ്ട്രക്ചർ പ്രോപ്പർലി നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ, ഞാനിത് എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ വേവ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ബൈ ഹാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൂ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മൂവ് എത്ര മൂവ് എവിടെ വരാൻ പോവുക, എങ്ങനെ വരാൻ പോവുകയാണ്. ഓക്കെ, സോ ഇത് കണ്ട 81.20% എക്സാക്ട്ലി അത് വന്നേക്കാനാണ്. ഇത് മാജിക് അല്ല, ഇത് ലിറ്റ് വേവ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് പിന്നെ സീഡ് ഫോളാണ്. സീഡ് എത്ര 5 മൂവ്സ് ഉണ്ടാവും സീഡ് അകത്ത്. B to സീഡ് അകത്ത് 5 മൂവ്സ് ഉണ്ടാവും. അത് കൗണ്ട് ചെയ്ത് 1 2 3 4 ആൻഡ് ഇവിടെ 5 തീർന്നു. ഇതാണ് പ്രോപ്പർ ലോജിക്. 5 മൂവ് കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരേണ്ടത്? ABC കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അവിടെ സപ്പോർട്ട് എടുക്കേണ്ടതാണ്. സപ്പോർട്ട് എടുക്കുന്ന മുന്നേ നമുക്ക് എന്താ ചെയ്യുക, വേഗം ഇവിടെ നിന്ന് ഫ്രം ബോട്ടം ടു ഈ ഒരു 1 വേവ് 15% 1 വേവ്, ദാറ്റ് മീൻസ് ഈ ഒരു ടോപ്പ് അവിടെ വരെ ഫിബനാച്ചി വെക്കണം. ഫിബനാച്ചി വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ, ഞാൻ നേരത്തെ നമ്മുടെ ഇതിൽ വേവ് 2ൽ ഫോൾസ് എത്ര വരും എന്ന് പ്രോപ്പർലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോക്കുവാണെങ്കിൽ 38.20% മിനിമമാണ് ആൻഡ് മാക്സിമം 81.20% ആണ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ വരാനുള്ളൂ. മാക്സിമം 81.20, ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. അത് ABC സ്ട്രക്ചറിൽ എത്രയേ വരാവുള്ളൂ. അപ്പോൾ സിയുടെ ഇൻ്റർണൽ മൂവ് നിങ്ങൾ വരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ബോട്ടം ആവാൻ പോവുക. നിങ്ങൾക്കത് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ എന്തായാലും ഇവിടെ 50% വരെ ഫോൾ വന്നുള്ളൂ. എക്സാക്ട്ലി ഇതാണ് പിൻ പോയിൻ്റ്. ഇത് 2-3 ചോദിക്കാനുള്ള എങ്ങനെ പിൻ പോയിൻ്റ് കിട്ടിയെന്ന് പറയും. പിൻ പോയിൻ്റ് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇത് കണ്ടോ. സോ അവർക്ക് ഇത് അവർ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഡബിൾ ബോട്ടം ഇവിടെ സപ്പോർട്ട് എടുത്തു, വീണ്ടും വന്നു ഇവിടെ സപ്പോർട്ട് എടുത്തു. ദാറ്റ് മീൻസ് അവർ ഡബിൾ ബോട്ടം ഫോം ചെയ്തു. സോ നമുക്ക് ഒന്നുകൂടി സപ്പോർട്ട് കിട്ടി. ഓക്കെ, ഒന്നുകൂടി കൺഫർമേഷൻ കിട്ടി നമുക്ക്. ഓക്കെ, മനസ്സിലായോ? സോ ഇത്രയാണ് ABC സ്ട്രക്ചർ. സെക്കൻഡ് വേവിൽ ABC സ്ട്രക്ചറിൽ മാത്രമേ ഫോൾ വരുള്ളൂ. താഴെ നിന്നായാലും മുകളിൽ നിന്നായാലും. ഇപ്പം ഞാൻ മുകളിലേക്കല്ലേ കാണിക്കുന്നത്, മാർക്കറ്റ് ബുള്ളിഷാണ്. താഴേക്കും അങ്ങനെ തന്നെ ആയിരിക്കും. താഴേക്ക് ഇപ്പം ഇൻവേർട്ട് സ്കെയിൽ എങ്ങനെ കാണിച്ചാലും അതിലും അങ്ങനെ തന്നെ പിക്ചർ ഇതുപോലെ തന്നെ ആയിരിക്കും. താഴേക്ക് ഫോൾ വരും ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ അതാണ് താഴേക്ക് അങ്ങനെ തന്നെ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഇത് ABC ഇൻറ്റേർണൽ സ്ട്രക്ചർ ABC കംപ്ലീറ്റ് ആയി, അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി മാർക്ക് ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് ഇനി നോക്കാനുള്ളത് മാർക്ക് ചെയ്യാനുള്ളത് എന്താണ്, വേവ് ഫസ്റ്റ് ഇല്ലേ ഇതിൻ്റെ ഹൈ.
ഇത് റെഡാക്കി മാർക്ക് ചെയ്യണം. ഇത് നല്ല ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ഇൻ എവറി ടൈം ഫ്രെയിം. ഓക്കെ, നല്ല പോലെ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്താലേ മാത്രമേ സ്ട്രക്ചറും ചേഞ്ചായി പ്ലസ് തേർഡ് വേവിൽ എൻ്ററായി. ഇത് ബ്രേക്ക് ആവാതെ തേർഡ് വേവിൽ എൻ്റർ ആവത്തില്ല. മനസ്സിലായോ? തേർഡ് വേവിൽ എൻ്റർ ആവത്തില്ല. പിന്നെ സെക്കൻഡ് വേവിടെ ഈ ഏതാ ലോ, ഇതാണോ അല്ലെങ്കിൽ 81.0% ആണോ അത് ലോ. പിന്നെ നല്ല ഒരു സപ്പോർട്ടായിരിക്കും, നല്ല പോലെ ഒരു സപ്പോർട്ടായിരിക്കും തേർഡ് വേവിൽ എൻ്റേർഡ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, മാർക്കറ്റ് അതിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു ഫുൾ ഏരിയ മാർക്കറ്റ് നല്ല ഒരു സപ്പോർട്ടായി. ഇനി ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ സെക്കൻഡ് വേവിടെ ലോ, സെക്കൻഡ് വേവ് തേർഡിലേക്ക് എൻ്റേർഡ് ആയി പോകാൻ തുടങ്ങി മുകളിലേക്ക്, ഇൻ കേസ് റെയർ കേസിൽ സെക്കൻഡ് വേവിൻ്റെ അടുത്തേക്ക് വന്നു ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ, അപ്പോൾ ദാറ്റ് മീൻസ് മാർക്കറ്റ് ബിയറിഷായി, പിന്നെ മുകളിലേക്ക് പോകാനുള്ള പവർ ഇല്ല, വരത്തില്ല. അത് പിന്നെ ഇങ്ങനെയാണ് സപ്പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് സപ്പോർട്ട് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യേണ്ടത്. അതാണ് സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും, ഐ ഹോപ്പ് സോ. ഓക്കെ, സെക്കൻഡ് വേവ്. ഓക്കെ, സെക്കൻഡ് വേവിലായി നമ്മൾ പിന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തേർഡ് വേവ്. ഈ തേർഡ് വേവ് എക്സ്റ്റൻഷനിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ സ്ട്രക്ചർ ഞാൻ ഡിലീറ്റ് ചെയ്തു ഞാനിപ്പോൾ. ഇനിയാണ് നമുക്ക് നെക്സ്റ്റ് പിക്ചർ നോക്കാറുള്ളത്. നെക്സ്റ്റ് പിക്ചർ എന്ന് വെച്ചാൽ ഈ ഒരു ഇത് കണ്ട, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് കയറുന്നുണ്ട്. ഇത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ നോർമൽ ലാംഗ്വേജ് നിങ്ങളെല്ലാവരും പറയണത് എന്താണ്, ഇത് ഡബിൾ ബോട്ടമാണ്. ഓക്കെ, ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൈസ് എങ്ങനെ പോകേണ്ടത്, മുകളിലേക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ടല്ലോ, പ്രൈസ് പോകേണ്ടത് എങ്ങനെയാണ്, 1 2 3 4 5 നോക്കിക്കോ, 1 2 3 4 5 കണ്ടോ, 5 മൂവ്സായി. എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്, 5 മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറേണ്ടതല്ലേ. എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എൻഡിനൽ പാറ്റേൺ. ഓക്കെ, എൻഡിനൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു അവർ. എന്തായി, എൻഡിനൽ പാറ്റേൺ ഫോമായി. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത്ര ഈസിയാണ്, അത്രയ്ക്ക് ഈസിലി മനസ്സിലാവും. ലൈവ് മാർക്കറ്റിൽ ഇത് വേറെ ടൈപ്പ് ആയിരിക്കും. കുറച്ച് ടെൻഷൻസ് ഉണ്ടാകും, കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും, ക്രിയേറ്റ് ചെയ്യും കുറച്ച് കൺഫ്യൂഷൻ. പക്ഷെ നമുക്കത് മനസ്സിലാകും. 5 മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാറേണ്ടതാണ്. ഇനി അവർ എൻഡിനൽ പാറ്റേൺ മാക്സിമം ചാൻസസ് എൻഡിനൽ പാറ്റേൺ ഫോം ചെയ്യും, പിന്നെയാണ് ആ ഹ്യൂജ് ഫോൾ വരുള്ളൂ. ഓക്കെ, സോ ഈ ലെഗിൻ്റെ 5 മൂവ് കംപ്ലീറ്റ് ആയി എൻഡിനൽ പാറ്റേൺ ഫോം ചെയ്തു. നമുക്ക് ഇത്ര ലെയറുകൾ, നെക്സ്റ്റ് താഴേക്ക് നമുക്കറിയില്ല, നെക്സ്റ്റ് ലെയർ ഗ്യാപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട് എന്താ നമുക്കറിയില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ഫിബ് ട്രേസ്മെൻറ്റ് എടുക്കാം. ഫ്രം ഹിയർ ടു ആ ഹൈ, അത് അടിച്ച ഹൈ എത്ര ഫോൾ വന്നേക്കാണ്, 81.20%. അതിൻ്റെ ബിലോ പോകാൻ പാടില്ല. അതിൻ്റെ മുന്നേ തന്നെ പ്രൈസ് വരെ പൊക്കി, അതിൻ്റെ ബിലോ പോകാൻ പാടില്ലല്ലോ. അതാണ് അങ്ങനെ പ്രൈസ് നോക്കി. ഇവിടെ നിങ്ങൾ പ്രൈസ് ആക്ഷൻ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, ഇവിടെ വേണമെങ്കിൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ബട്ട് നമ്മുടെ വേവ്സ് നമുക്ക് എക്സാക്ട്ലി നമുക്ക് പറഞ്ഞു തരും. ദാറ്റ് മീൻസ് നമുക്കിവിടെ ഓൾറെഡി ഒരു സപ്പോർട്ടുണ്ട് 81.20, 24,810 809 10 സപ്പോർട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ആൻഡ് ദെൻ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാൻ തുടങ്ങി. കണ്ടോ, ABC സ്ട്രക്ചറിൽ എൻ്റെ 1 2 3 4 5 ഇനി സ്ട്രക്ചറിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ജെന്വൻ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറിൽ വരാം. ഇത് ഇപ്പോൾ ഞാനിവിടെ കാണുന്നത് ഫ്രം ഇയർ ടു ഇത് 1 2 3 4 and 5 ഓൺ ഗോയിങ് ആണ്. ഇൻറ്റേർണൽ തേർഡ് വേവിൽ 5 മൂവ്സ് ഉണ്ടാവുള്ളൂ. എത്രയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, ഞാനും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് എത്രയാണ്. ബട്ട് എക്സ്റ്റെൻഡിലാണെങ്കിൽ, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എക്സ്റ്റെൻഡ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഫ്രം ഹിയർ ഈ പോയിൻറ്റ് ടു ഈ ഒരു ഹൈ എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി നമ്മൾ വെക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എത്ര വരെ പോയേക്കുന്നത്, ഇപ്പോൾ 200% നിയർ ആണ് പ്രൈസ് പോയേക്കുന്നത്, 200%. ഓക്കെ, സോ ഇത് ഇനി ഈ ചിലരുടെ ബ്രേക്ക് ഡൗൺ ആയില്ലെങ്കിൽ താഴേക്ക് പ്രൈസ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറുവാണെങ്കിൽ ഇനി പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. എത്ര വരെ 25,966, ഓർ ഇതിൻ്റെ ബിലോ വേറെ റെസിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്, 25,800 കൂട്ടിക്കും, അതുകൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് ഇനി കമ്മിങ് ടൈമിൽ. സോ മാർക്കറ്റ് യെസ്, ഞാൻ ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഞാൻ ഐ തിങ്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഇപ്പോൾ റെസിസ്റ്റൻസ് സോണിലാണ്. യെസ്, റെസിസ്റ്റൻസ് സോണിലാണ്, കോഷൻ സോണിലാണ്. ബട്ട് സ്ട്രക്ചറിൽ വീക്ക്നെസ് ഒന്നുമില്ല. ബിഗർ ടൈം ഫ്രെയിമിൽ പിന്നെ നോക്കിയേ വേണ്ട, ബുള്ളിഷാണ്. സ്മോൾ ടൈം ഫ്രെയിമിലും ഇവിടെ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, സോ കോഷൻ സോണാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ ഈ ഏരിയയിൽ, ഇപ്പോൾ ഈ വരുന്ന ഏരിയയിൽ സ്ലോ ആകും. ഇവിടെ നിന്ന് എൻഡിനൽ പാറ്റേൺ മേ ബി ചാൻസസ് ഉണ്ട് ഫോം ചെയ്യുകയും
ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഫെർദർ ഫോൾ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് പ്രൈസ് സ്ലോലി മുകളിലേക്ക് പോവുള്ളൂ. നോർമൽ ഇത് ഈസിലി മൂവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. ഇനി വരുന്ന ഫോൾ ഇത് എക്സ്റ്റെൻഡിൽ തേർഡ് വേവ് എക്സ്റ്റെൻഡ്, ഇനി വരുന്ന ഫോൾ ചിലപ്പോൾ ഫോർത്ത് വേവ് ഉണ്ടായിരിക്കും, പിന്നെ വീണ്ടും ഫിഫ്ത്ത് വേവ് ആയിരിക്കും. സൂക്ഷിക്കണം. ഓക്കെ, അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നമുക്ക് പ്രൈസ് ഈ ചാനൽ നെക്സ്റ്റ് വരുമ്പോൾ ചാനൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. വന്ന് താഴെ വന്നിട്ട് ചാനലിൽ റെസ്പെക്ട് ചെയ്ത് വീണ്ടും മുകളിലേക്ക് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് തേർഡ് എക്സ്റ്റെൻഡ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ 5 മൂവ് കംപ്ലീറ്റ് ആയി ഫോർത്തിൻ്റെ നല്ലൊരു ഫോൾ വരുമായിരിക്കും. സോ അത് ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാനും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്കത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീക്ക്നെസ് സൈൻ ഒന്നും കാണുന്നില്ല. ഓക്കെ, മനസ്സിലാക്കണം. പിന്നെ എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എത്ര ക്ലിയർ ആയിട്ട് നന്നായിട്ട് ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫിബൊനാച്ചി ഇൻട്രഡേ പർപ്പസിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് അതൊക്കെ എല്ലാം. സോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കേണ്ട. മാക്സിമം ഷെയർ ചെയ്യണം, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ആരാ ചോദിച്ചായിരുന്നല്ലോ, ഇന്ന് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് എനിക്കും പ്രോപ്പർലി ഒന്നും കിട്ടിയിട്ടില്ല പിടി. ബട്ട് യെസ്, ഞാൻ ഇന്ന് നോക്കിയത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ 1-2 പേര് സജസ്റ്റ് ചെയ്തായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് റിജക്ഷൻ സോണിലാണല്ലോ. ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ താഴ്ന്ന് ഇവിടുന്ന് വരുന്നുണ്ടല്ലോ, ബ്ലാക്ക് കളർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. സോ മാർക്കറ്റ് അവിടെ തന്നെ മുകളിൽ പോയി റിജക്ഷൻ എടുത്തു. റിജക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ഞാൻ എന്താ നോക്കിയെന്ന് വെച്ചാൽ പ്രൈസ് റിജക്ഷൻ എടുക്കുമ്പോൾ എ ബി സിയിലേക്ക് വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ 1 2 3 4 5ലേക്കാണ് വരുന്നത്. അതാണ് ഞാൻ നോക്കിയത്. ഞാൻ ഇവിടെ നിന്ന് നോക്കി 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ റിജക്ഷൻ എടുക്കുന്നുണ്ട്. സോ മുകളിലേക്ക് എന്തായാലും നോക്കാനില്ല, കാരണം റിജക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം റിജക്ഷൻ എടുക്കാനുള്ള ഫുൾ ചാൻസസ് ഉണ്ട്. സോ അവിടെ നിന്ന് റിജക്ഷൻ എടുക്കുന്നത് താഴേക്ക് വന്നു 1 2 3 4 and 5ലേക്കാണ് പ്രൈസ് താഴേക്ക് വന്നു. 1 2 3 4 5 റൈറ്റ്, ഇതാണ് താഴേക്ക് വന്നു പ്രൈസ്. പിന്നെ ഇതൊരു സപ്പോർട്ട് കൂടിയാണ്. ഇവിടെ സപ്പോർട്ട് ഉണ്ടായി, ഇവിടെ ഓൾറെഡി സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പ്രൈസ്. ഇവിടെ സപ്പോർട്ട്. സോ ഇവിടെ വന്ന് കറക്റ്റ് എക്സാക്ട്ലി പ്രൈസ് സപ്പോർട്ടായി. മൂവ് 5 കഴിഞ്ഞാൽ പിന്നെ മൂവ് ഇല്ലല്ലോ, 6 7 ഒന്നും ഇല്ലല്ലോ, 1 2 3 4 5 ഉള്ളൂ. സോ 1 2 3 4 5 പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എക്സാക്ട്ലി നമ്മൾ ചിന്തിക്കാനുള്ളതാണ് പ്രൈസ് ഇവിടെ സപ്പോർട്ട് സോണിലാണ്. 5 മൂവ്സ് കഴിഞ്ഞു, ആൻഡ് ദെൻ ഡോജി ആൻഡ് ഹോൾട്ട് എടുക്കുന്നുണ്ട് പ്രൈസ്. സോ പ്രൈസ് ഇവിടുന്ന് മാക്സിമം ചാൻസസ് ഉണ്ട് ബൗൺസ് എടുക്കാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് 1-2 പേർക്ക് അത് പറഞ്ഞു കൊടുത്തത്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ദെൻ ബൗൺസ് വന്നത് എത്ര % ആണ് നോക്കി, എക്സാക്ട് 50%ലാണ് റിജക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. കണ്ടോ, 50%. ഓക്കെ, ഇത് ഞാനും പ്രെഡിക്റ്റ് ചെയ്തില്ല, ഒറ്റയടിക്കാണ് ഇത് പോയത്. സോ എക്സാക്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത് 85 വരെ എന്തൊക്കെയാണ്, ബട്ട് അതുവരെ ഒന്നും പോയിട്ടില്ല പ്രൈസ്. അതിന് മുന്നേ തന്നെ റിജക്ഷൻ എടുക്കുക. സോ റിജക്ഷൻ എടുക്കാൻ തുടങ്ങിയത് ദാറ്റ് മീൻസ് പ്രൈസ് വീക്കാണ്. നോർമലി പ്രൈസ് ബുള്ളിഷ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 61.80%, 81.20% വരെ പോകും. പ്രൈസിൽ ബുള്ളിഷ്നെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് അത്രയ്ക്ക് എന്തെങ്കിലും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 50% റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് പ്രൈസ് വീക്കാണ് ആൻഡ് പ്രൈസിൽ ഒരു മൂവ്മെൻറ്റ് കുറവായിരിക്കും. അതാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനുള്ളത്. എനിവേ അത് വേറെ മാറ്ററാണ്. സോ അത് കഴിഞ്ഞിട്ട് എന്തായി, പിന്നെ പ്രൈസ് ഇവിടെ ബൗൺസ് വന്ന് എന്തിനും വീണ്ടും സ്ലോ റിജക്ഷൻ ആൻഡ് ഈ ഏരിയ ഫുൾ സൈഡ് വേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചു. ഈ ഒരു ഏരിയ ഇതിൻ്റെ അബവ് പോയാൽ ബുള്ളിഷ്നെസ് ഉണ്ടാവുള്ളൂ, ഈ ലോഡ് ബിലോ പോയാൽ മാത്രമേ ബീരിഷ് ഉണ്ടാവുള്ളൂ. അതുവരെ മാർക്കറ്റിൽ ഒന്നും നോക്കാനില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി ട്രാപ്പ് ചെയ്തു, അതേപടി താഴേക്ക് വന്നു. സോ അത് ഒരു പ്രോപ്പർ ട്രാപ്പായിരുന്നു. ഇതാണ് മാർക്കറ്റിൽ. അപ്പം ഞാനും നോക്കിക്കൊണ്ടിരുന്നു, എനിക്ക് ഒന്നും പറയാനേ ഇല്ല. ഞാൻ എന്ത് പറയണം, അത്രയ്ക്കും മോശം മാർക്കറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് താഴേക്ക് കൊണ്ട് പിന്നും മുകളിലേക്ക് പ്രൈസ് കൊണ്ടുപോയി. എന്നുവെച്ചാൽ റേഞ്ച്, അങ്ങനെയാണ് റേഞ്ച് കിട്ടുന്നത്. ഒത്തിരി പേരുകളിൽ കൂടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ റേഞ്ച് എങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് റേഞ്ചാണ്, ഇതാണ് റേഞ്ച്, ആ റേഞ്ച്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എക്സാക്ട്ലി ബൈങ് വന്നു ആൻഡ് ഫ്ലോയിൽ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി. ബട്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു 25,610. ഇത് കണ്ടോ, 610 എങ്ങനെ റെസിസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇൻ ഷോർട്ട് പറയാനാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ആൻഡ് ഡേ ലോ ഞാൻ പിടിച്ചു. അത് നമ്മൾ വെക്കണമല്ലോ, നമുക്കൊരു ഡേ ഹൈ ഡേ ലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെക്കണമല്ലോ. അത് വെച്ച് പ്രൈസ് റിജക്ഷൻ എടുക്കണമെന്നില്ല എന്ന് ഞാൻ അങ്ങനെ വരച്ചു അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് എന്താ 81.20%. എത്രയായിരുന്നു, 25,605. പ്രൈസ് റിജക്ഷൻ എടുത്ത് താഴേക്ക് വരാനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു, കൺസൾട്ടേഷൻ.
അപ്പോൾ ഒരു പോയിന്റിലെത്തി ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ഇനി ഇതിൻ്റെ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഹൈ ബ്രേക്ക് ചെയ്ത പ്രൈസ് മുകളിലേക്ക് പറക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. പോയി ബട്ട് തിരിച്ച് എന്തായി, ജസ്റ്റ് ഒരു സ്പൈക്ക് തന്നു മുകളിലേക്ക്, ഞാൻ വീണ്ടും തിരിച്ച് ഇവിടെ വന്നു. പിന്നെ ഇത് ഒരു ബ്രേക്ക് ചെയ്യുന്നില്ല, ഇത് കണ്ട ഇതൊരു സപ്പോർട്ട് 25,610 അത് ബ്രേക്ക് ചെയ്യുന്നില്ലായിരുന്നു, കണ്ടോ. ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അത് ഒരു കൺസോളിഡേഷൻ ആണ്. ഇതൊരു ടൈപ്പ് ഓഫ് ബോക്സ്, ഞാൻ ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ടൈപ്പ് ഓഫ് ബോക്സ്, സപ്പോർട്ട് ബോക്സ് ഉണ്ടാക്കിയവർ, കാരണം അവിടെ നല്ലൊരു ഫൈറ്റ് നടന്നല്ലോ ഈ ഒരു ഏരിയ, അതാണ് അങ്ങനെ ഒരു ഇത് സപ്പോർട്ട് ബോക്സ് ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ ബിലോ പോയാലല്ലേ ഫർദർ ഫോർവേഡ്. ആ ബിലോ പോകാനാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് ടാപ്പ് എടുക്കുന്നു, വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നും കിട്ടിയൊന്നുമില്ല, ഈ ഒരു കിട്ടിയൊന്നുമില്ല, അത് ജെന്യുവനാണ്. ഇന്ന് കിട്ടിയൊന്നുമില്ല, മൊത്തം മോശമായിരുന്നു എന്നൊക്കെ. വെറുതെ ഒരു പേര് പറച്ചിൽ മാത്രം ഉണ്ടായിരുന്നതിനകത്തേക്ക് എന്ത് കിട്ടാണെങ്കിൽ അത് മാറിയിട്ടില്ല. ഓക്കെ, എനിവേ സോ ഇത്രേ ഉള്ളൂ. ഇനി ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി 610 ബിലോ പോയാൽ മാത്രമേ ഫർദർ ഫോളോ. അത് 25,025 ആൻഡ് ബാക്കി ലെവൽസൊക്കെ തന്നെയാണ്. റെസിസ്റ്റൻസ് നമ്മുടെ നല്ല റെസിസ്റ്റൻസ് 25,680 ആൻഡ് ഫർദർ. പിന്നെ 750, 800 നല്ല റെസിസ്റ്റൻസാണ്, നല്ലപോലെ റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ. സോ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. മൺഡേ കൺഫ്യൂഷൻ നല്ലപോലെ ക്രിയേറ്റ് ചെയ്യും ഇവർ, കൺഫ്യൂഷൻ. സോ ഇതിൻ്റെ അബവ് പോയാൽ, ഈ ചാനൽ അബവ് പോയാൽ സസ്റ്റെയിൻ ആയത്, അപ്പോൾ ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ബട്ട് അപ്പോഴും സ്കാൽപ്പ് ചെയ്യാവുള്ളൂ, അതാണ് എൻ്റെ നല്ല ഒരു സജഷൻ. ഓക്കെ, വീഡിയോ ഒത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കും, സോ സോറി. ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു, സോ ഞാൻ ഓർത്തു എല്ലാവർക്കും ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വെച്ചാൽ. ഒത്തിരി പേരുടെ കമൻസൊക്കെ ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ. ഈവൻ തോമസ് ഐ തിങ്ക് ആണ് പേര്, പറയുകയും ചെയ്തു എനിക്ക് ലെറ്റ് വ്യൂ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പിടിക്കേണ്ടത്. വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഇതാണ്, ഞാൻ ഇത് നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാം. അതായത് ഞാൻ ഇച്ചിരി മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈവനിങ്, അത് ലാപ്ടോപ്പിൽ ഉണ്ടാക്കിയായിരുന്നു. അത് 6 മണിക്കൂർ വീഡിയോ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് പ്രോപ്പർ സൗണ്ട് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. സോ അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാം കൂടി ഒരു ശരി വ്യത്യാസം കാണുമായിരിക്കും. സോ എനിവേ അത് ഉണ്ടാക്കിയത് വേസ്റ്റ് ആയി പോയി. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ കാണുന്നത് ഇതാണ്. ആൻറ്റി നാല് പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിഗർ ടൈം ഫ്രെയിമിൽ ചെയ്യുകയാണ്. ബട്ട് സ്റ്റിൽ വീക്ക്നെസ് ഇപ്പോൾ ഒന്നുമില്ല. ഓക്കെ, സോ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇനി ഈ ടൈപ്പ് ഓഫ് ആൻറ്റി നാല് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഡിപ്പ് വന്നാലും വീണ്ടും ചിലപ്പോൾ ബൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ എല്ലാവരും കൂടി കേട്ടോ. സോ ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് അതാണ്. ഓക്കെ, ഇൻറ്റർണൽ സർക്കിൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 and 5 പ്രോപ്പറാണ്. നോക്കാം ഇനി മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ്, അതിലാണ് നമുക്ക് നോക്കാം. സോ താഴേക്ക് വരുവാണെങ്കിൽ സ്ലോ സ്കാൽപ്പ് ചെയ്യുക നോക്കാനാണെങ്കിൽ. ഓക്കെ, ബാക്കി ലെവൽസൊക്കെ ഇതൊക്കെ എല്ലാം ഇത് തന്നെയാണ്. സ്കാൽപ്പ് ചെയ്യുക, പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവുന്നവരെ സ്കാൽപ്പ് ചെയ്യുക, അതാണ് ബെറ്റർ. 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കണ്ടത് എന്താ ഇതിനകത്ത് കിട്ടാനുള്ളത്, ഒന്നും കിട്ടാനൊന്നുമില്ല. കിട്ടാനുള്ളത് ഇവിടെ ആയിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഐ തിങ്ക് 2-3 ദിവസം മുന്നേ ബാങ്ക് നിഫ്റ്റി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ തമ്പനയിൽ ഇട്ടായിരുന്നു. ആൻഡ് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ചെയ്യാൻ ഞാൻ ഷെയർ ചെയ്യാൻ പോകുക നിങ്ങളുടെ കൂടെ. ഞാൻ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ആണ്. ബാങ്ക് നിഫ്റ്റി ആയിരിക്കും മൂവ് ചെയ്യുന്നത്, ബാങ്ക് നിഫ്റ്റി ആയിരിക്കും നിഫ്റ്റിനെ കയറ്റി കൊണ്ടുപോകുന്നത്. ഈ ഒരു റേഞ്ച് എവിടെയെങ്കിലും ആയിരുന്നു 2 ദിവസം മുന്നേ. സോ ഇവിടുന്ന് അറൗണ്ട് 1000 പോയിൻറ്റ്സ് ആണ് റൈലി കിട്ടിയേക്കുന്നത്. 1000 പോയിൻറ്റ്സിൻ്റെ വിതിൻ 2 days 1000 പോയിൻറ്റ്സിൻ്റെ അബവ് ആണ്, 1500 സംതിങ് എന്ന് പറയാം. സോ അതാണ് വെച്ചാൽ പിടിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വേണം പിടിക്കാം ഏതാന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇനി ഈ സമയത്ത് പോസായി എന്ന് പറയാനുള്ളൂ എനിക്കെന്ന് വെച്ചാൽ. ഇപ്പോൾ ഇനിയൊരു ഏരിയയിൽ വീക്ക്നെസ് കാണുന്നില്ല, ബട്ട് യെസ് പ്രൈസ് സ്ലോ ആയി ഈ സമയത്ത്. ഓക്കെ, വേഗം സെൻസെക്സ് അനാലിസിസ് കിടക്കാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഹിറ്റ് ദ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവരും കൂടി ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും വീഡിയോസിൻ്റെ. ഓക്കെ, സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ചാനൽ, ഇതുപോലെ തന്നെ ഓൾറെഡി ഞാൻ ഇതൊക്കെ എല്ലാം വരച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നേരത്തെ ലാസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോയിൽ ഞാനൊക്കെ എല്ലാം വരച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം എക്സ്പ്ലനേഷൻ എല്ലാം. സോ ഇതാണ് അതിൻ്റെ ഫോർ ദ ലെവൽസ്. നമ്മുടെ സെൻസെക്സിൻ്റെ റെസിസ്റ്റൻസ് സോൺ കുറച്ചുകൂടി മുകളിൽ ഇവിടെ കിടക്കുന്നത്. ഈ 24,300 വരെയാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ ശ്രദ്ധിക്കുക, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. താഴേക്ക് വന്നാലേ സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ സോണിൽ പ്രോപ്പർ ഒന്നുമില്ല. റിജക്ഷൻ കിട്ടുവാണെങ്കിൽ മാത്രമേ താഴേക്ക് പ്ലേ ചെയ്യാവുള്ളൂ.
സ്കാൽപ്പ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് യെസ്, ഇതിൻ്റെ ഹൈ ഈ ഹൈയുടെ അഭാവമാണ്. മൊറാഫ് കമൻറ്റ് ചെയ്തായിരുന്നു യെസ് ഓൾ ടൈം ഹൈ. യെസ്, അത് ഞാൻ ലാസ്റ്റ് വീക്കാണ് ഞാനിത് പറഞ്ഞത്. ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് പോയാൽ, ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ ബുള്ളിഷ്നെസ് ഉണ്ടാവുള്ളൂ. പോയാൽ പിന്നെ ട്രെൻഡ് ചേഞ്ചാണ്. ആൻഡ് ദെൻ പ്രോപ്പർലി നോക്കിക്കോ, ട്രെൻഡ് ചേഞ്ച് തന്നെയായി ന്യൂ ATH അടിച്ച്. അതാണ് നമ്മുടെ Elliott Wave കാൽക്കുലേഷൻ. ആൻഡ് ട്രെൻഡ് ലൈൻ എപ്പോഴും വരയ്ക്കുക, അതാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. 1 to 3 ഡേ ആണ് വരയ്ക്കേണ്ടത്, ഓർ 1 to 2 ഡേ ആണ്. ഇങ്ങനെയാണ് പ്രോപ്പർലി 0 to B പ്രോപ്പർലി ട്രെൻഡ് ലൈൻ ഏതൊക്കെയാണ്. എപ്പോഴും വേണം നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ, ചുമ്മാ അങ്ങനെ ട്രെൻഡ് ലൈൻ വരച്ചിട്ടും കാര്യമില്ല. ഓക്കെ, സോ ഇതാണ് ഇനി ഓൺഗോയിങ്. നമ്മൾ ഇത് കാൽക്കുലേഷൻ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ നിന്ന് 1 2 3 ഓൺഗോയിങ് ആണ്. അപ്പോൾ സോ റീട്രേസ്മെൻറ്റ് താഴേക്ക് വരേണ്ടതാണ്. നോക്കാം നമുക്ക്. ഈ ഇന്നത്തെ ലോ ഇത് യെസ് നല്ല ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇത്. സോ ഈ ലോ സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വീണ്ടും ചിലപ്പോൾ കൺസോളിഡേഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ്, ഓക്കെ, തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് യുനോ. സോ അങ്ങനെയാണ് ഇതിൻ്റെ സപ്പോർട്ട്സ്. ബാക്കി ഇതൊക്കെയല്ല സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.